What's up, guys? It's me, Abel, and Mummy Sorry here. Okay. Today we watched തുടരും മൂവി. തുടരും മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ഇന്ത്യയിലും ഈ ലോകത്തിൽ തന്നെ നടക്കുന്ന ചില സംഭവ വികാസങ്ങളാണ്. മീൻസ് നമ്മൾ മറ്റു പലരോടും വെക്കുന്ന പകയും പ്രസ്റ്റീജും കോംപ്ലക്സും ഇൻഫീരിയർ കോംപ്ലക്സും ഇതിനെല്ലാം ഒരു മെസ്സേജാണ്. ഇതിനെപ്പറ്റിയൊക്കെ സമൂഹത്തോട് പറയാൻ, ഈ വേൾഡിനോട് തന്നെ പറയാൻ പറ്റിയൊരു മെസ്സേജാണ് അതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം നല്ലൊരു ഫാമിലി മൂവിയാണ് തുടരും. അതേപോലെ തന്നെ ആലപ്പുഴ ജിംഖാന, നല്ല സ്റ്റാൻഡേർഡ് ഡയലോഗും നല്ല അടിപൊളിയായിട്ടാണ് അത് ആ ഒരു മൂവി അവർ ചെയ്തിരിക്കുന്നത്. ബിഗ് സല്യൂട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയും നല്ലൊരു മൂവിയായിരുന്നു. പിന്നെ നമ്മുടെ എമ്പുരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്സ് മൂവിയാണ്. സിനിമയെ നമ്മൾ സിനിമയായിട്ട് കാണണം. പൊളിറ്റിക്സ് നമ്മൾ പേഴ്സണലായി എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നല്ലൊരു മൂവി തന്നെയായിരുന്നു. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു 4 മൂവിയാണ് തിയേറ്ററിൽ പോയി കണ്ടത് എല്ലാവരും കൂടി. അപ്പം കുഴപ്പമില്ലാത്തൊരു മൂവിയായിരുന്നു. പക്ഷെ തുടരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അവസാനം വരെ ഒരു ട്രാജഡി ആണ് നമ്മൾ കാണുന്നതെങ്കിലും അതിൽ നിന്ന് നല്ലൊരു മെസ്സേജ് നമുക്ക് ഉൾക്കൊള്ളേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തികത്തിൻ്റെയും മറ്റു പലതിൻ്റെയും പേരിൽ വെച്ച് പുലർത്തുന്ന കുഞ്ഞുങ്ങൾ തമ്മിലുള്ള ഇഷ്ടങ്ങളെയും എല്ലാം അതിനെ കൃത്യമായ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാതെ അവരെ ഒരു റിവഞ്ചായി എടുത്ത് 2 കുടുംബങ്ങൾ തമ്മിലുള്ള കലഹങ്ങളും അതുപോലെ തന്നെ ഒരു ഹൈ ലെവലിലോ സാമ്പത്തികമുള്ളവരുമായിട്ട് ഒരു കുറച്ച് സാമ്പത്തികം കുറഞ്ഞ ഒരു കുട്ടി പ്രണയിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പ്രശ്നമാക്കിയെടുത്ത് അതിൻ്റെതായ രീതി കൈകാര്യം ചെയ്ത് അതിനെ സോൾവ് ചെയ്യുന്ന കൺവിൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാതെ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള അതിരൂക്ഷമായ പ്രശ്നങ്ങൾ സമൂഹം നേരിടേണ്ടി വരുന്നതെന്നുള്ളൊരു നല്ലൊരു മെസ്സേജാണ് തുടരും എന്നുള്ള സിനിമയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.